യഥാർത്ഥ പിണറായിയും പിണറായിയും തമ്മിൽ ആനയും ആടും പോലെ കടലും കടലാടിയും പോലെ വ്യത്യാസമുണ്ട്. ഇതാണ് മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പിണറായി വിജയനെ വ്യത്യസ്തനാക്കുന്നത്. ഉമ്മൻചാണ്ടി, ഇ കെ നയനാർ, വി എസ് അച്യുതാനന്ദൻ, കരുണാകരൻ തുടങ്ങി പി കെ വാസുദേവൻ നായർ, അച്യുത മേനോൻ, എനിക്കറിയാവുന്ന പിറകോട്ടുള്ള പേരുകളെല്ലാം പറയുകയാണ്. ഏത് മുഖ്യമന്ത്രി എടുത്താലും അവർക്ക് ഒരു മുഖമേ ഉള്ളൂ. ധാർഷ്ട്യമെങ്കിൽ ധാർഷ്ട്യം വി എസിനെ പോലെയുള്ള, നർമ്മമെങ്കിൽ നർമ്മം അച്യുതാനന്ദനെ പോലെയുള്ള, കടുകട്ടി ലീഡർ ആണെങ്കിൽ കരുണാകരനെ പോലെയുള്ള, സൗമ്യമാണെങ്കിൽ അച്യുത മേനോനെ പോലെയുള്ള, എന്താണോ ഒരു മുഖം, ആ ഒരു മുഖമേ അവർക്കുള്ളൂ. രണ്ടാമതൊരു മുഖം അവർക്കില്ല. പിണറായി വിജയന് രണ്ട് മുഖമുണ്ട്. വളരെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പിണറായി വിജയൻ ഒരു കപ്പിൽ ലവ് സിമ്പലുമൊക്കെ വെച്ചുകൊണ്ടൊരു ചായ കുടിച്ചത്. അത് PR വർക്കായിരുന്നു. കുട്ടികളുടെ ഒരു പരിപാടിക്ക് പോയി കുട്ടികളെ കൊണ്ട് ചോദ്യമൊക്കെ ചോദിപ്പിച്ചു. കുട്ടികൾ കൊണ്ട് കുഞ്ഞുനാളിലെ പട്ടിണി കടന്നതും അമ്മ ഊട്ടിക്കൊടുത്തതുമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അതിവൈകാരികമായ നിമിഷങ്ങൾ ഉണ്ടാക്കി. അത് PR വർക്കായിരുന്നു. യഥാർത്ഥ പിണറായിയെ ഇന്നലെ വെള്ളറടയിൽ കണ്ടു. വെള്ളറടയിൽ വലിയൊരു പാലത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ ഉദ്ഘാടന സ്ഥലത്ത് നമ്മുടെ മുഹമ്മദ് റിയാസും അവിടുത്തെ MLA ഹരീന്ദ്രനാഥും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ പങ്കെടുത്ത ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. കാട്ടിനകത്തൂടെ പോകുന്ന ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം. ആ സദസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും കാണണം. പ്രത്യേകിച്ച് സഖാക്കളാണ് കാണേണ്ടത്. ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഭരണാധികാരിയായി ഒരു PR വർക്കുകാരനായി മാറാൻ കഴിയും? ഈ ഇരട്ട ദ്വന്ദ്വ വ്യക്തിത്വത്തെ മലയാളി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് പിണറായിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അതാണ് ഭരണത്തിൻ്റെ ഒരു വൈകല്യം. എത്ര വികസനം കൊണ്ട് കൊടുത്താലും, എന്തെല്ലാം അപ്പം കൊടുത്താലും, മതമല്ല പ്രശ്നം, എരിയുന്ന വേറിലെ തീയാണ് പ്രശ്നം, അല്ലെങ്കിൽ വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതാണ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം കൊടുത്താൽ അപ്പം വാങ്ങിച്ച് തിന്നുകയും ചെയ്യും, എന്നിട്ട് ഇത് കാണുകയും ചെയ്യും, കണ്ടിട്ട് തിരിഞ്ഞ് കുത്തുകയും ചെയ്യും. എന്താണ് അവിടെ സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വനിത വന്ന് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. വളരെ രൂക്ഷമായ ആ സ്ത്രീയെ നോക്കിയിട്ട് നോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവിടെ ഒരു സെൽഫി കൊടുക്കണമായിരുന്നു. എങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന് 100 മാർക്ക് കിട്ടുമായിരുന്നു. രണ്ടാമത് വീണ്ടും കുറച്ച് മുമ്പോട്ട് നടന്നു വരുമ്പോൾ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, വെള്ളറടയുടെ തൊട്ടടുത്ത അമ്പൂരി ആ ഭാഗത്തുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, CPM ആണെന്ന് തോന്നുന്നു, ഇത് കോൺഗ്രസ് ആണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മെമ്മോറാണ്ടം മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ വെച്ച് നീട്ടുന്നു. അദ്ദേഹം അന്തം വിട്ട് നോക്കിയിട്ട്, വിരട്ടും പോലെ നോക്കിയിട്ട് അത് ഗൺമാൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഗൺമാൻ ഓടിപ്പോയി അത് മേടിക്കുന്നു. ഗൺമാൻ കൊടുക്കാനല്ലല്ലോ അവർ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. എന്താണ് ആ ഒരു സെക്കൻഡ് നേരം എന്താണ് ആ പേപ്പർ കയ്യിൽ വാങ്ങുകയും എന്താണ് അതിലുള്ളതെന്ന് പറയുകയും വാങ്ങുകയും ചെയ്താൽ, ശരി നോക്കട്ടെ, ഞാൻ പരിശോധിക്കാം, നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി ഗൺമാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ 10 മാറ്റുള്ള മുഖ്യമന്ത്രിയാകുമായിരുന്നു. അതാണ് മുഖ്യമന്ത്രി PR വർക്ക്. യഥാർത്ഥ PR വർക്ക് അതാണ്. അല്ലാതെ PR കമ്പനി എഴുതി തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല PR വർക്ക്. യഥാർത്ഥ PR വർക്ക് താങ്കൾ ഇന്നലെ 2 ചാൻസ് കളഞ്ഞു കുളിച്ചു. ഒന്ന്, ഈ ഒരാളിനോടൊപ്പം വന്നുള്ള സെൽഫി എടുക്കാനുള്ള സാഹചര്യം കളഞ്ഞു കുളിച്ചു. അതും ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, സ്റ്റേജിൽ വെച്ചാണ്. എടുത്തുകൊണ്ട് പോട്ടെ, ആയിരക്കണക്കിന് ആളുകൾ നേതാക്കളല്ലേ, അവരും നേതാക്കളല്ലേ, അവരുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളല്ലേ, വഴിയെ പോണ കാണാൻ ഒരു പരിചയമില്ലാത്തവരല്ലല്ലോ വന്നെടുക്കുന്നത്, നേതാക്കളല്ലേ. അത് കഴിഞ്ഞിട്ട് അതൊരു വനിതാ നേതാവ് താഴോട്ട് വരുമ്പോൾ മെമ്മോറാണ്ടം തന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ അതും വാങ്ങാതെ പോയ മുഖ്യമന്ത്രിയെ ജനങ്ങൾ തിരസ്കരിക്കുകയോ അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയോട് ജനങ്ങൾ എതിർപ്പ് കാണിക്കുകയോ ചെയ്താൽ എങ്ങനെയാണ് മിസ്റ്റർ പിണറായി വിജയൻ കുറ്റം പറയുക? ഇതിന് സമാനമായൊരു വിഷയം കൂടെ ഞാൻ പറയാം. ഞാൻ വേറെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഒരു ആവശ്യമായി ഞാൻ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ PM-മാരെയാണ് കാണേണ്ടത്, APS-മാരെയാണ് കാണേണ്ടത്. അവരെല്ലാം മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസിനകത്താണ്. അങ്ങനെ ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള ലിഫ്റ്റല്ല, അങ്ങേ എൻഡിലുള്ള സൗത്ത് എൻഡിലുള്ള ഒരു ലിഫ്റ്റാണ്. അത് നടന്ന് 10-20 മീറ്റർ നടന്ന് പോയണം. മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് കൂടുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയി അങ്ങേ അറ്റത്ത് പോകുന്ന ഒരു ലിഫ്റ്റാണ്. അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെ വെറുതെ നിന്നു. കാരണം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ബാക്കിയുള്ളവർ ഇറങ്ങിയതിന് ശേഷം അവരെ കാണാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് അവിടെ ലിഫ്റ്റിൽ ആരെയും കയറ്റുന്നില്ല. അപ്പോൾ എനിക്ക് കൗതുകമായി. 1.5 മണിക്കൂറായിട്ട് ലിഫ്റ്റിൽ ആരെയും കയറ്റുന്നില്ല. അതെന്താ ലിഫ്റ്റിന് കുഴപ്പമാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ ലിഫ്റ്റുകാരനത്തിന് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് രാജീവ് മന്ത്രി അവിടെ വരുന്നു.
വ്യവസായ മന്ത്രിയാണ്. അപ്പോൾ പറഞ്ഞു, മിനിസ്റ്ററെ ഇവിടെ ഇതുവഴി പോകാൻ പറ്റത്തില്ല, ഇത് സി എമ്മിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. 1.5 മണിക്കൂർ നേരമായി സി എമ്മിന് വേണ്ടി ആ ലിഫ്റ്റ് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് നടന്ന് ഇപ്പുറത്തെ ലിഫ്റ്റിലൂടെ താഴോട്ട് പോയി രാജീവ്. അപ്പോൾ താഴെ പോയി. അപ്പോൾ ഞാൻ ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എത്ര സമയമായി ഇത് പിടിച്ചിട്ടിരിക്കുന്നത്? അത് 2 മണിക്കൂർ കൂടുതലായി സാർ. അതങ്ങനെയാണ് ഇവിടുത്തെ ശീലം. മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇറങ്ങുന്നതിനും 1.5-2 മണിക്കൂർ മുമ്പ് ലിഫ്റ്റ് പിടിച്ചിടണം. ഒരു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, രാത്രി 11 മണിക്കും 12 മണിക്കും ഓഫീസിൽ വരുമ്പോൾ ലിഫ്റ്റിൽ നിന്ന് കയറുമ്പോൾ മാക്സിമം ആളുകളെ തിരികെ കയറ്റി ലിഫ്റ്റിലോട്ട് കയറ്റി കൊണ്ടുപോകും. അതും മുഖ്യമന്ത്രി. ഇതെല്ലാം കേരള സമൂഹവും കേരളത്തിൻ്റെ ആളുകൾ കാണുകയാണ്. അപ്പോൾ ഇതാണ് PR വർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1 മില്ലിമീറ്റർ പോലും ആ ഒരു പഴയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല 10 വർഷം ഭരണാധികാരിയായിട്ടും എന്നുള്ളതാണ് കേരളത്തിന് നൽകുന്ന സന്ദേശം. ഈ സന്ദേശമാണ് കേരളം ഇഷ്ടപ്പെടാത്ത സന്ദേശം. ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയിലേക്കുള്ള CPMൻ്റെ ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ ധാർഷ്ട്യമൊക്കെ കാണിക്കാം പാർട്ടി സഹാക്കളെടുത്ത്. പുറത്ത് പക്ഷേ ആ വിനയമാണ് വേണ്ടത്. ആ വിനയം, ആ സ്നേഹം, ആ കരുതൽ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ. എന്നാൽ മറ്റ് ഭാഗങ്ങളുണ്ട്. PR വർക്കിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെടുക്കും, സ്നേഹിക്കും, ചിരിക്കും, കപ്പിൽ ലവ് എന്ന സിമ്പൽ എഴുതി അതിങ്ങനെ വെച്ച് ചായ കുടിക്കാതെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ആളുകളത് ഫോട്ടോ എടുക്കും, അത് റീലാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളോടൊപ്പം സംസാരിക്കും, അവിടെ കരയും, സങ്കടപ്പെടും. അതെല്ലാം PR വർക്കിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. പക്ഷെ അത് ജനസാമാന്യത്തിന് മനസ്സിലാകും എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി കാണുന്ന സമൂഹത്തിന് യഥാർത്ഥ പിണറായി ആരാണ്, PR പിണറായി ആരാണെന്ന് മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോഴാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് ഞാൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്താനോ പിണറായി വിജയനുള്ള ശത്രുത കൊണ്ടോ പറയുന്നതല്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എടുക്കേണ്ടുന്ന നിലപാടിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ താങ്കളുടെ നിലപാട് PR മുഖ്യമന്ത്രിയിൽ നിന്ന് താങ്കൾ യഥാർത്ഥ മുഖ്യമന്ത്രിയിലേക്ക് മാറണം. യഥാർത്ഥ മുഖ്യമന്ത്രിയിലേക്ക് മാറുമ്പോഴാണ് അവിടെ ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും ജനം അംഗീകരിക്കും. ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മനസ്സിലാകുന്നവരാണ് ജനങ്ങൾ. അവർ അംഗീകരിക്കും. ഭയങ്കരമായ വികസന പ്രവർത്തനമൊന്നും നടത്തിയില്ലെങ്കിലും അതിഭയങ്കരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിലും ജനങ്ങൾ പുറക്കും. പക്ഷേ ഇപ്പുറത്ത് ഈ കാണുന്ന വിനയം, ഈ അധികാരത്തിനോടുള്ള ഭ്രമമില്ലായ്മ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഈ കാണിക്കുന്ന അമിതാധികാരം, ഈ തോന്നിയവാസങ്ങളൊന്നും ജനങ്ങൾ പുറക്കില്ല. അതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നതും ജനങ്ങളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതും. ഇപ്പുറത്ത് കൊടുത്ത സേവന പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ അവിടെ പാലം ഉദ്ഘാടനം ചെയ്തതല്ല. ഇന്നലത്തെ ഉദാഹരണം വെച്ച് തന്നെ പറയാം. അവിടെ വെള്ളറടയിൽ അമ്പൂരിയിൽ പോയി പാലം ഉദ്ഘാടനം ചെയ്തല്ലോ. ആ പാലത്തിൻ്റെ ഉദ്ഘാടനമല്ല ജനങ്ങളെ ക്യാച്ച് ചെയ്യുന്നത്, താങ്കളുടെ ഈ 2 പ്രവർത്തികളാണ്. അതാണ് മനുഷ്യ മനസാക്ഷിയുടെ മനഃശാസ്ത്രം. അതറിഞ്ഞുള്ള PR വർക്ക് അങ്ങ് ചെയ്യണം. അങ്ങ് യഥാർത്ഥ PR വർക്കിലേക്ക് വരണം. ഈ ഡ്യൂപ്ലിക്കേറ്റ് PR കമ്പനികൾ പറഞ്ഞു തരുന്ന PR വർക്ക് ചെയ്യരുത്. അതല്ല, യഥാർത്ഥ ജീവിതത്തിൻ്റെ നൈമിഷികമായ വൈകാരികമായ നിമിഷങ്ങളെ അങ്ങ് ക്യാഷ് ചെയ്യണം. അതാണ് നല്ല ഒരു മുഖ്യമന്ത്രിയുടെ ലക്ഷണം, നല്ലൊരു ജനനേതാവിൻ്റെ ലക്ഷണം. അത് ക്യാഷ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അത് ക്യാഷ് ചെയ്യുമ്പോൾ ക്യാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചെയ്യൽ അഭിനയിക്കല്ലല്ലോ. അതിന് ജനങ്ങൾ വലിയ വില നൽകും. എന്തായാലും ഇന്നലെ യഥാർത്ഥ പിണറായിയെയും PR പിണറായിയെയും കാണാൻ ജനങ്ങൾക്ക് വലിയൊരു അവസരമുണ്ടായി.